പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഡൽഹി സർവകലാശാലയിൽ അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറി, മുൻകൂട്ടി അറിയിക്കാതെ. പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് അവിടെ സന്ദർശിക്കാം. പക്ഷേ സർവകലാശാലയുടെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് മുൻകൂട്ടി അറിയിക്കാതെ അവിടെ അതിക്രമിച്ച് കയറി യൂണിയൻ റൂം പൂട്ടി എന്നാണ് കേൾക്കുന്നത്. എന്താണ് സാർ രാഹുൽ ഗാന്ധിക്ക് പറ്റിയത്? തിരുവനന്തപുരം സ്ലാങ്ങിൽ പറയുന്നൊരു വാക്കുണ്ട്, വട്ടളവി. ശരിക്കും ആ മനുഷ്യൻ വട്ടളവിയിരിക്കുകയാണെന്ന് തോന്നുന്നു. യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി SOS സേവ് അവർ സോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന ഇൻഡിഗോ വിമാനം അവിടെ ഒന്ന് താഴാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ യാത്രാ വിമാനമാണ്, അപേക്ഷിച്ചിട്ട് അവിടെ ഇറങ്ങാൻ അനുവദിക്കാതെ യാത്രക്കാരെ കൊല്ലാൻ ശ്രമിച്ച പാകിസ്ഥാന് വേണ്ടി വാദിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി അതിശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പയ്യനെന്ന് പറയാൻ പറ്റില്ല, മധ്യവയസ്കനാണ്. പക്ഷേ കൊച്ചുകുട്ടികളെക്കാൾ ബുദ്ധി ഉറയ്ക്കാത്ത ഒരു പരുവത്തിലാണ് അദ്ദേഹം തോന്നുന്നു. ഈ രാജ്യത്തിന് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത, സഹിക്കാൻ വയ്യാത്ത, ഈ രാജ്യത്തിൻ്റെ ആത്മാവ്, ഭാരതമാതാവ് ഒരിക്കലും സഹിക്കാത്ത രീതിയിലുള്ള, മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് പോലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോലും സഹിക്കാത്ത രീതിയിലുള്ള, മഹാത്മാവിൻ്റെ ആത്മാവ് പോലും സഹിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും വാക്കുകളും കൊണ്ടാണ് ഈ ഇന്ത്യ മഹാരാഷ്ട്രത്തെ അദ്ദേഹം കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഡൽഹി സർവകലാശാലയിലെ അദ്ദേഹത്തിൻ്റെ കടന്നുകയറ്റം. മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ, അലമ്പുണ്ടാക്കാൻ വേണ്ടി ഒരു ഉത്തരവാദിത്വമില്ലാത്ത, പവർ വിതൗട്ട് റെസ്പോൺസിബിലിറ്റി, അതാണ് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. ആ രീതിയിലാണ് അങ്ങോട്ട് കടന്നു കയറി ചെന്നത്, യാതൊരു അനുവാദവും വാങ്ങിക്കാതെ. എന്തൊരു അപകടമാണ്! ഭീകരവാദികൾ നോക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ 9 ഭീകര താവളങ്ങൾ നമ്മൾ തകർത്തതിനും തിരിച്ചാക്രമിക്കാനുള്ള അതിൻ്റെ സർവ്വശക്തിയെ നട്ടല്ലൊടിച്ച് കിടത്തിയതിനും ഇന്ത്യക്ക് നേരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡുകളുടെ അകമ്പടിയില്ലാതെ നേരെ അങ്ങോട്ട് പോയിരിക്കുക. ഇവിടെ വെച്ച് അദ്ദേഹത്തിനൊരു വെടിയേറ്റ, ഏതെങ്കിലും ഒരു ഭീകരവാദി ഒരു വെടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ചാരന്മാർ ചുറ്റുമുണ്ട്. ഇന്ത്യയുടെ വളരെ ശക്തമായ ഇൻ്റലിജൻസ് കൊണ്ട് മാത്രമാണ് പലരെയും പിടിക്കുന്നത്. ഈ ഡൽഹിയിൽ നിന്നാണ് 2 IS ഭീകരന്മാരെ പിടിച്ചത്. അതെ അതെ. അപ്പോൾ ഇവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നേപ്പാൾ സ്വദേശിയും കൂടിയാണ്. ആ ഡൽഹിയിലാണ് ഈ സംഭവിക്കുന്നത്. തനിക്ക് ഗവൺമെൻറ് നമ്മുടെ നികുതി പണത്തിൻ്റെ ചെലവിൽ അനുവദിച്ച സെക്യൂരിറ്റി പോലും ഇല്ല അകത്തേക്ക് കടന്നു കയറുക. ഡൽഹി നമ്മളൊരു സർവകലാശാലയിൽ പോകുമ്പോൾ സാമാന്യ ഒരു മര്യാദയില്ലേ, അവിടെ അനുവാദം വാങ്ങിക്കാൻ നേരെ അങ്ങ് കയറി ചെല്ലുക മസ്ലിം പിടിച്ചുകൊണ്ട്. എവിടെയും അക്രമവും അരാജകത്വവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുൻനിശ്ചയിച്ച് ആസൂത്രിതമായിട്ടുള്ള പരിപാടികളാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയെന്ന് പറഞ്ഞാൽ BJPക്ക് ഇപ്പോൾ ഭൂരിപക്ഷം ആദ്യമായിട്ട്, ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഭൂരിപക്ഷം കിട്ടി തിരിച്ചു വന്നിരിക്കുകയാണ് BJPയുടെ സെക്രട്ടറി സ്ഥാനം മിത്ര വൃന്ദ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്കാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ആ മിത്ര വൃന്ദ BJPയുടെ വിദ്യാർത്ഥി വിഭാഗമായ ABVPയെ ജയിപ്പിച്ച സ്ഥലമാണത്. NSUI എന്ന് പറയുന്നത് പണ്ടേ പോയി കഴിഞ്ഞു. അതിന് പകരം ഇടതുപക്ഷവും നക്സലൈറ്റും എല്ലാം കൂടെ ചേർന്നുള്ള, അതുപോലെ ജിഹാദികളും കൂടെ ചേർന്നുള്ള IS എന്നോ പറ്റും അന്വർത്ഥമായ പേര് തന്നെയാണ്. ആ സംഘടനയാണ് ABVPയെ എതിർക്കുന്നത്. എല്ലാവരും കൂടെ ചേർന്ന് എതിർക്കുക, തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും അവർക്ക് ജയിക്കാൻ പറ്റും. എന്നിട്ട് അവരെ തോൽപ്പിച്ചുകൊണ്ട് ജയിച്ച മിത്ര വൃന്ദയെ എന്ത് ചെയ്തു എന്നറിയാമോ? അവരവിടെ കടന്നു വന്നു. യൂണിയൻ സെക്രട്ടറിയാണ്. കോളേജിലൊരു സംഭവം നടക്കുമ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അവരെ ഒരു മുറി പൂട്ടിയിട്ടു. അവരുടെ കൂടെ വന്ന വിദ്യാർത്ഥികളെ ഈ രാഹുൽ ഗാന്ധി പൂട്ടിയിട്ടു. ഇയാൾ ആരാ? സർവകലാശാലയുടെ വൈസ് ചാൻസലറോ അല്ലെങ്കിൽ ചാൻസലറോ? ഈ മനുഷ്യൻ വിചാരിക്കുന്നത് ഇന്ത്യ മുഴുവൻ തങ്ങളുടെ തറവാട്ടു സ്വത്താണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോവാം. ഇതേ രീതിയിലാണ് കഴിഞ്ഞ തവണ ബീഹാറിലെ ഒരു ഹോസ്റ്റലിൽ പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഹോസ്റ്റലിൽ കടന്നു കയറി അവിടെ പ്രസംഗം നടത്തിയത്. എന്തിൻ്റെ കേടാണ് നമ്മൾ ചോദിച്ചു പോകുന്നത്? വട്ടാണോ പ്രതിപക്ഷ നേതാവിന്? തലയ്ക്ക് ബുദ്ധിസ്ഥിരതയില്ലേ? മനോനില തെറ്റിയതാണോ? എങ്ങനെയൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിരിക്കുക, നമ്മുടെ നികുതി പണത്തിൻ്റെ ബലത്തിൽ സൗകര്യങ്ങളും കൊടുത്തിരിക്കുക. ആ മനുഷ്യൻ, പക്ഷെ ആ പ്രതിപക്ഷ നേതാവിന് വേണ്ട ഒരു ഗൗരവത്തിലല്ല അദ്ദേഹം പെരുമാറുന്നത്. പക്വതയില്ല.
യുദ്ധസമാനമായിട്ടും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തന്നെ എനിക്കിപ്പോൾ അറിയണം എത്ര വിമാനങ്ങൾ തകർത്തു, എനിക്കിപ്പോൾ അറിയണം അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടോ. പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഈ മനുഷ്യൻ. ഇതങ്ങ് കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അങ്ങ് ആവേശഭരിതരാകുമെന്നാണ് വിചാരം. പഹൽഗാമിൽ നടന്നതിൻ്റെ തെളിവ് ചോദിച്ചതിനാണ് അമേത്തിയിൽ ഇദ്ദേഹത്തെ ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടത്, സഹിക്കാൻ വയ്യാതെ. തുർക്കുമാൻ പുൽവാമ ക്ഷമിക്കണം, പഹൽഗാമല്ല, പുൽവാമ. തുർക്കുമാൻ ഗേറ്റിൽ നടത്തിയ ആ കയ്യേറ്റങ്ങൾക്കും കടന്നാക്രമണങ്ങൾക്കുമാണ് സഞ്ജയ് ഗാന്ധിയെ പണ്ട് ഉത്തർപ്രദേശിലെ ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടത്. എന്ന് പറയുന്നത് പോലെ ഇയാൾ ഈ തോൽവി ഏറ്റുവാങ്ങാൻ വേണ്ടി ഇങ്ങനെ ശപഥം കെട്ടി നടക്കുകയാണോ എന്ന് തോന്നുന്നു. ഇവിടെ എല്ലായാലും നടക്കുന്ന ശരീരഭാഷ എന്ന് പറയുന്നത് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കൈയും കെട്ടി, അതിൽ തന്നെ ലക്ഷണം കെട്ട ഒരു നടപ്പായിട്ടാണ് നമ്മൾ ഇന്ത്യക്കാർ പൊതുവേ കരുതുന്നത്. അദ്ദേഹത്തിനെ പോലെ ഈ യൂറോപ്യന്മാരായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പുറകെ കൈയും കെട്ടി നടക്കുക, വല്ലാത്തൊരു ശരീരഭാഷയിലാണ് ഇതിൽ നടക്കുന്നത്. മസിലും പിടിച്ചുകൊണ്ട് മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ഗുസ്തിക്കാരെ പോലെ, താരാസിംഗ് കിങ്കോങ് എന്നൊക്കെ പറയുന്നത് പോലെ. സാർ, അങ്ങിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഭാരത് ജോഡോ യാത്രക്കിടയിൽ അദ്ദേഹം കാണിച്ച കോമാളിത്തരങ്ങൾ, അങ്ങനെ തന്നെ പറയണം. അദ്ദേഹം ഇങ്ങനെ നടക്കും, ഇടയ്ക്ക് ഓടും, പിന്നെ വേണമെങ്കിൽ കാറിൻ്റെ ബോണറ്റിൽ കയറി ഇരിക്കും. ഇങ്ങനെയൊക്കെ വളരെ വിചിത്രമായ പെരുമാറ്റങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയത്. ഞാനിത് കണ്ടിട്ടുള്ളത് ദ ലാസ്റ്റ് കിങ് ഓഫ് മഞ്ചൂറിയ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായിട്ടൊരു സിനിമയുണ്ട്. ആ സിനിമയിലുണ്ട് മഞ്ചൂറിയയിലെ അവസാനത്തെ രാജാവ്. ആ രാജാവിനെ എടുത്ത് പല്ലക്കിൽ എഴുന്നള്ളിച്ച് കൊണ്ടുപോകും ആൾക്കാർ. അപ്പോൾ എന്തു ചെയ്യും? പല്ലക്കിൽ നിന്ന് ഇറങ്ങിപ്പോയി പയ്യൻ കുറച്ചു ദൂരം ഓടും, പിന്നെ വഴിയിൽ പോയിട്ട് അപ്പിയിടും. അപ്പിയിടുന്നത് വളരെ മഹത്തായ ഒന്നായിട്ട് കോരി എടുത്തുകൊണ്ട് പാത്രത്തിൽ വെച്ച് ആരാധിക്കും ആരാധകരായിട്ട് ഉപജാപക സംഘം പുറകെ പോകുന്നവർ. മനസ്സിലായോ? അങ്ങനെ അത്ര രാജഭക്തിയോടുകൂടി. അതുപോലാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്ന വഷളത്തങ്ങളെന്ന് പറയുന്ന ഈ പുരീഷം എടുത്ത് ആരാധിച്ചുകൊണ്ട് ഒരു വൃന്ദം കൂടെ നടക്കുന്നത്. ഈ തെറ്റ് തിരുത്തുകയല്ലേ അവർ വേണ്ടത്, പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്. ഒരു രാജ്യത്തിന് പറ്റിയ നഷ്ടം എന്തെന്നൊക്കെ കണക്ക് ചോദിക്കാനൊരു സന്ദർഭമില്ലേ? അപ്പോൾ അതിനുവേണ്ടി അയാൾ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. അവിടെ കിടന്ന പ്രതിപക്ഷ നേതാവായിട്ട് ഷൈൻ ചെയ്തുകൊണ്ട് നമുക്ക് നിയമ ഭേദഗതിയിൽ കണ്ടു ഷൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം. കോളേജിലെല്ലാം പോകുന്ന ഇതാണ്. ഈ കോളേജ് കുമാരന്മാരുണ്ടല്ലോ ഷൈൻ ചെയ്യാൻ വേണ്ടി. ഞാനീ പറഞ്ഞ മഞ്ചൂറിയയിലെ രാജാവ് എന്ന് പറയുന്ന ആളിൻ്റെ വയസ്സ് എത്രയെന്നറിയോ? ലാസ്റ്റ് കിങ്ങിൻ്റെ 3 വയസ്സാണ്. ആ 3 വയസ്സായ കുട്ടി കാണിക്കുന്ന വൈകൃതങ്ങളാണ് ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രത്തിന്, ഒരു രാഷ്ട്ര മാതാവിന് സഹിക്കാൻ, രാഷ്ട്രത്തിൻ്റെ ആത്മാവിന് 140 കോടി ജനങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലാണ് ഇത് പറയുന്നത്. പ്രതിപക്ഷം അസസുദ്ദീൻ ഒവൈസി വരെയുള്ളവരെ ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ ഈ മനുഷ്യൻ കണക്ക് ചോദിക്കാൻ കണ്ട അവസരം നോക്കിക്കണേ. എത്ര അനൗചിത്യമാണ് സ്ഫുരിക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാൻ കോൺഗ്രസിൽ വിവരമുള്ളവരാരുമില്ല. ഇപ്പം ഈ എന്താണെന്നറിയോ, ഒരു തരം പ്രതികാരമാണ്. നമ്മുടെ ഡോക്ടർ ശശി തരൂർ എന്ന യോഗ്യനായ മനുഷ്യർക്കൊരു അവസരം കിട്ടിപ്പോകാൻ, അതിന് പകരം തനിക്ക് പോയെന്ന് ഷൈൻ ചെയ്യണമായിരുന്നു. അല്ല, അതിനുള്ള അവസരം കേന്ദ്ര സർക്കാർ കൊടുത്തതാണല്ലോ. 4 പേരെ നിർദ്ദേശിക്കാൻ കോൺഗ്രസിനോട് പറഞ്ഞാൽ അതിലെന്താ ഉൾപ്പെടുത്താഞ്ഞത്? അതിന് ദേശദ്രോഹികളായിട്ട് ആൾക്കാർ, അങ്ങനെയുള്ള ട്രാക്ക് റെക്കോർഡുള്ള ആൾക്കാർ, പാകിസ്ഥാൻ്റെ IS-ൻ്റെ ശമ്പളം പറ്റുന്നവരുടെയൊക്കെ ലിസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അകത്തിരുന്നുകൊണ്ട് പാര വയ്ക്കുകയല്ലേ. ഇപ്പോൾ മുഹമ്മദ് യൂനിസും അതുപോലെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ബിലാവൽ ഭൂട്ടോയും ഒക്കെ പാകിസ്ഥാനിലിരുന്നു കൊണ്ടാണ് ഇന്ത്യക്ക് പാര വെക്കുന്നത്. ഈ മനുഷ്യന് ഇന്ത്യക്കകത്തിരുന്നുകൊണ്ട് ഇന്ത്യക്ക് പാര വയ്ക്കുക. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇത് സ്വയം ഒരു പാകിസ്ഥാൻ്റെ ആളാണെന്ന് സ്ഥാപിക്കുക. ഇപ്പോൾ നോക്കൂ, ഈ 19 ശരിയാണ്, അടി കൊണ്ടത് പാകിസ്ഥാനാണെങ്കിലും കരച്ചിൽ രാഹുൽ 26 പേര് മരിച്ചല്ലോ പഹൽഗാം എന്നുള്ള സ്ഥലത്ത്. ഉല്ലാസയാത്രയ്ക്ക് ഒരു തെറ്റും ചെയ്യാത്തവർ. അതിൽ ആരെയാ സന്ദർശിച്ചത്? ആരുടെ വീട്ടിലും പോയിട്ടില്ല. അല്ല, ഒരാളിൻ്റെ വീട്ടിൽ പോയി, കാശ്മീരിലുള്ള ആളിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തെ വെടിവെക്കാൻ ഉദ്ദേശിച്ചതല്ല, പോയി. അതുപോലെ ഇവരുടെ ഒന്നും വീട്ടിൽ പോകാതെ ഡൽഹിക്ക് ചുറ്റുപാടും തന്നെ ഉണ്ട് അവിടെ പോയിട്ടുള്ള ആൾക്കാർ. കൊച്ചുങ്ങളുടെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചങ്കു പൊട്ടുന്ന കരച്ചിലാണ്. അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികൾ, അപ്പൂപ്പൻ നഷ്ടപ്പെട്ട കുട്ടികൾ ഒക്കെ പ്രകടിപ്പിച്ച ആ ഭാര്യമാരുടെ കരച്ചിൽ, സഹിക്കാൻ പറ്റാത്ത ആ കരച്ചിലുകൾ കണ്ടിട്ടും മനുഷ്യൻ യാതൊരു വിധമായിട്ടുള്ള ദയാദാക്ഷിണ്യവും ഇല്ലാതെ അങ്ങോട്ടെങ്ങും സന്ദർശിക്കാൻ പോയില്ല. അതേസമയം ഉത്തർപ്രദേശിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ ഉടനെ കാള തെറ്റുമെന്ന് കേട്ടാൽ കയറ് എടുക്കുന്നത് പോലെ അദ്ദേഹം ഓടിച്ചെല്ലും. ഇപ്പോൾ പോകുന്നത് എവിടെയാണ്? ഇന്ന് പോവുകയാണ് വേറൊരു സ്ഥലത്തേക്ക്, അതിർത്തി, കാശ്മീർ അതിർത്തിയിലേക്ക് പോവുക. അവിടെ പാകിസ്ഥാൻ്റെ ഷെല്ലേറ്റ് മരിച്ച ആൾക്കാരെ കാണാൻ വേണ്ടി. അപ്പോൾ ഇത് മനുഷ്യൻ ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളെ മാത്രമേ
കാണൂ, സന്ദർശിക്കൂ. ഈ ഭീകരവാദികൾ പഹൽഗാമിൽ എങ്ങനെ ഒരു പ്രത്യേക മതത്തിൽ പെട്ട ആൾക്കാരെ ഒഴിവാക്കിയോ അതേ രീതിയിൽ തന്നെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രം സന്തോഷിപ്പിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെ. 22 കോടി നമ്മുടെ നാട്ടിൽ അവരുണ്ട്. അവർക്ക് അങ്ങനെ 22 കോടിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ നാട്ടിലെ പ്രബലമായ മതത്തിന് അങ്ങനെ കഴിഞ്ഞിട്ടില്ല, ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അവരുടെ ജനസംഖ്യ കുറഞ്ഞ് അടിക്കടി ഇല്ലാതായി വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ പോയിട്ട്. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലയിൽ, ഒരു സാമാന്യ നീതി എന്നുള്ള നിലയിൽ എല്ലാവരെയും കാണാനുള്ള ബാധ്യതയില്ലേ? അതോ ഒരു പ്രത്യേക മതത്തിൻ്റെ ജീവന് മാത്രമേ വിലയുള്ളൂ? അങ്ങനെയാണോ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് പ്രീണനം മാത്രമല്ല, ഒരു വിവേചനവുമാണ്, മതവിവേചനമാണ്. ഔറംഗസേബിനെ പോലെ ഒരു മതവിവേചനത്തിൻ്റെ ആളായിട്ട് അദ്ദേഹം സ്വയം അധപ്പതിച്ചിരിക്കുകയാണെന്ന് പറയും.